യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ആ വചനത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോ ദിവസങ്ങളാണ് നമുക്ക് ദൈവം അനുഗ്രഹമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജീവിതത്തിൽ തളർന്നും ജീവിതത്തിൽ വാടിപ്പോയവരും ചിറക് കരിഞ്ഞു പോയവരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഇന്ന് ദൈവവചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ കുടുംബത്തെ, ഈ യുവതി യുവാക്കളെ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ശുശ്രൂഷകരെ, പ്രിയപ്പെട്ടവരെ ഒക്കെ അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനം വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകണം. ഞങ്ങളുടെ കുടുംബത്തിൽ അത് ദൈവികമായൊരു ഇടപെടലിനും ഒരു വഴിതിരിയലിനും കാരണമാകണം. എങ്ങോട്ട് തിരിയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട്. ഞങ്ങളെ ശക്തമായി സഹായിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ കരം പിടിച്ചു നടത്തണമേ. പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ദൈവവചനം ഇന്ന് ശ്രവിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് ഏറ്റുവാങ്ങാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യമാണ് ഈ ശനിയാഴ്ച ദിവസം ശ്രദ്ധയോടെ കേൾക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം മുതൽ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട്. പല വൈദ്യന്മാരുടെ, ഡോക്ടർമാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും, എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും, എത്രയെത്ര മരുന്നുകൾ ഡോക്ടർമാർ എല്ലാവരെയും സമീപിച്ച് നോക്കിയിട്ടും ഒരു നീക്കുപോക്കും ഉണ്ടായില്ല, ഒരു സൗഖ്യവും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അവളുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഏതു കാര്യമാണ്, ഏതു സ്ഥിതിയാണ് ഇന്ന് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്നത്? ചിലർ പറയും, ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ടും എൻ്റെ സ്ഥിതിയൊന്നും മാറുന്നില്ല. സ്ഥിതി കൂടുതൽ മോശമാവുകയാണല്ലോ. എൻ്റെ സാഹചര്യം കൂടുതൽ മോശമാവുകയാണല്ലോ. എൻ്റെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതേപോലെ സാഹചര്യങ്ങളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. അടുത്ത പ്രത്യേകതയാണ്, ഇതെല്ലാം അറിഞ്ഞ് നിരാശയോടെ എവിടെയെങ്കിലും തകർന്ന് തരിപ്പണമായി വാടിയിരിക്കുകയല്ല. അടുത്ത ഭാഗം, അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. 27-ാമത്തെ വാക്യം, അവൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഇത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതു സാഹചര്യത്തിലാണ് നിങ്ങൾ നിസ്സഹായതയോടെ നിൽക്കുന്നത്, പകച്ചു നിൽക്കുന്നത്, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുന്നത്,
ഞാൻ ഈ വാക്യം വായിച്ചു. പ്രതീക്ഷയോടെ വീട്ടിൽ നിന്നിറങ്ങിയ ആ വ്യക്തി മടങ്ങി വന്നത് സൗഖ്യത്തോടെയാണ്. പ്രതീക്ഷയോടെ ആ വീട്ടിൽ നിന്നിറങ്ങിയ ആ വ്യക്തി മടങ്ങി വന്നത് സൗഖ്യത്തോടെയാണ്, ഒരനുഗ്രഹവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. പ്രതീക്ഷയോടെയാണോ ഈ വചനം കേൾക്കുന്നത്? ഒരനുഗ്രഹത്തോടെ മടങ്ങി വരും. പ്രതീക്ഷയോടെയാണോ എഴുന്നേറ്റ് ഈ വചനങ്ങൾ കേട്ടത്, പ്രാർത്ഥിച്ചത്, എഴുതിയത്? പ്രതീക്ഷയോടെയാണോ? നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല. എങ്ങനെയാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല. നടക്കുവാണേ നടക്കട്ടെ, കിട്ടുവാണേ കിട്ടട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കാം, അങ്ങനെയല്ല. യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചോണ്ടും വിചാരിച്ചോണ്ടുമാ ഇറങ്ങിയത്. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയോടെയാണോ? നിങ്ങൾ വചനം കേൾക്കുന്നത് പ്രതീക്ഷയോടെയാണോ? നിങ്ങൾ ദൈവവചനത്തിലേക്ക് അടുത്ത് പ്രതീക്ഷയോടെയാണെങ്കിൽ നിങ്ങളൊരു അനുഗ്രഹത്തോടെ മടങ്ങി വരും. നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് വെറുതെയാകില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ വചനം കേട്ടത് വെറുതെയാകില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വചനം കേൾപ്പിച്ചത് വെറുതെയാകില്ല. നിങ്ങളുടെ ഭവനത്തിൽ ഈ വചനം മുഴങ്ങിയത് നഷ്ടമാവില്ല. അതെല്ലാം ഒരു അനുഗ്രഹത്തോടെ മടങ്ങി വരാൻ കാരണമാകത്തേ ഉള്ളൂ. പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കുമ്പോൾ പ്രത്യാശ നമ്മളെ നിരാശരാക്കില്ല. പ്രതീക്ഷയോടെ ഒന്നിരുന്നേ. മനസ്സിൽ ഒത്തിരി നിരാശയുള്ളവരുണ്ട്. ഞാൻ ഇത്രയും നാളായില്ലേ പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ കാര്യം നടന്നില്ല, എൻ്റെ കാര്യം ശരിയായില്ല. അങ്ങനെ വിഷമിച്ച് തല കുനിഞ്ചിരിക്കുമ്പോഴല്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. ദൈവസന്നിധിയിലേക്ക് ഒരാൾ വരുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് ഒരാൾ വരുമ്പോൾ, ദൈവത്തിൽ ആശ്രയത്വത്തിലേക്ക് ഒരാൾ വരുമ്പോഴാണ് അനുഗ്രഹത്തോടെ മടങ്ങാൻ കഴിയുക. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ കുടുംബത്തിൻ്റെ മേൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമേ. ഈ വ്യക്തിയുടെ മേൽ ഒരു മാറ്റം ഉണ്ടാകണമേ. സ്ഥിതി മോശമാവുന്ന സാഹചര്യമുണ്ട്. സ്ഥിതി മോശമായി എന്ന് മാത്രമല്ല എഴുതിയിട്ടുള്ളത്, അവളുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു, കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് യേശുവിൻ്റെ അടുത്ത് വന്നത്. നിങ്ങളേത് സമയത്താണ് പ്രാർത്ഥിക്കുന്നത്? ഏതു സമയത്താണ് ഈ വചനം കേട്ടത്? അതെന്തോ ഒരു നന്മയ്ക്കായി, എന്തോ ഒരു വിടുതലിനായി, സൗഖ്യത്തിനായി ദൈവം ഇതൊരുക്കുകയാണ്. പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, ഡിസംബർ 1-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഡിസംബർ 1-ാം തീയതി ക്രിസ്തുമസിനായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കം നടക്കുന്ന 25 ദിവസങ്ങളാണ്. നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന 25 ദിവസങ്ങൾ. ആ ദിവസങ്ങൾ കൂടുതലായി നമ്മുടെ ഭവനങ്ങൾ ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുവാണ്. 25 ദിവസങ്ങൾ, 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹമാകണം. ഭവനത്തിൽ സ്നേഹവും കൂട്ടായ്മയും വർദ്ധിക്കണം. അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കണം. കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കണം. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കണം. ദൈവാനുഗ്രഹം വർദ്ധിക്കണം. അങ്ങനെ ഒരു നിയോഗത്തോടെ ഈ 25 ദിവസങ്ങൾ, ഡിസംബർ 1 മുതൽ 25 വരെ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള വഴക്കുകൾ മാറണം, അകലച്ചകൾ മാറണം, പ്രതിസന്ധികൾ മാറണം. സ്നേഹത്തിലും ഐക്യത്തിലും ശക്തിപ്പെട്ട് വന്ന് വളരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഒരറിയിപ്പായി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. വചനം കേട്ട നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടെയുള്ളൊരു മടങ്ങിവരവുണ്ടാകട്ടെ. സ്ഥിതി മോശമായോ? സ്ഥിതി കൂടുതൽ മോശമായിക്കൊണ്ടാണോ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ അതിനകത്ത് സംഭവിക്കും.
ദൈവത്തിൻ്റെ സൗഖ്യമുണ്ടാകും, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും, ദൈവത്തിൻ്റെ നന്മകൾ അതിൽ വെളിപ്പെടും, ദൈവശക്തി അതിൽ വെളിപ്പെടും. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, നിരാശയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് കേട്ട വചനത്തിലൂടെ അത്ഭുതകരമായ സംരക്ഷണവും സൗഖ്യവും, ഒരു സാക്ഷ്യവും ഒരു സൗഖ്യവും നിനക്കും പറയാൻ ദൈവം തരട്ടെ. പുതിയ വഴികൾ ദൈവം നിനക്കായി തുറന്നു തരട്ടെ. വചനം കേട്ട നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു മടങ്ങിവരവുണ്ടാകട്ടെ, അനുഗ്രഹത്തിൻ്റെ ഒരു മടങ്ങിവരവുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, മക്കളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആരോഗ്യത്തെ അനുഗ്രഹിക്കട്ടെ, വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ. നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരികയില്ല. സ്ഥിതി ഇന്ന് എത്ര മോശമായാലും അത് ദൈവം ഏറ്റെടുത്ത് അതിനെ വലിയൊരു വിടുതലാക്കും, സൗഖ്യമാക്കും, നന്മയാക്കും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, 5:30 തന്നെ നാളെ ഞായറാഴ്ച വചനം കേൾക്കുക. നാളെ ഈ മാസത്തിൻ്റെ സമാപന ദിവസമാണ്. നമുക്ക് ഈ മാസം ഒത്തിരി ആളുകൾ പുതിയതായി വചനങ്ങൾ കേട്ടു, വചനം കേട്ട് പ്രാർത്ഥിച്ചു, അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഒരു മാസം നമുക്ക് ഒരുക്കി തന്നതിന് നന്ദി പറയുന്നൊരു ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച മുതൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷയോടെ വചനം കേൾക്കുന്നു. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.